PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഭാഗമാണ് വിയോഗങ്ങൾ എന്ന് പറയുന്ന ഭാഗം അല്ലേ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അന്തരിച്ചിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ. അപ്പോൾ അദ്ദേഹം 2023 അന്തരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിൽ ചോദിക്കുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് MS സ്വാമിനാഥനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കിയിരിക്കേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും എന്ന് വിചാരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ P. വത്സലയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കാണാം. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡോക്ടർ MS സ്വാമിനാഥനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അദ്ദേഹം ജനിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജനനം ഏതാണ് വർഷം? 1925 ഓഗസ്റ്റ് 7-ന് 1925 ഓഗസ്റ്റ് 7-ന് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 1925 ഓഗസ്റ്റ് 7-ന് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് MS സ്വാമിനാഥൻ ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതായത് അദ്ദേഹം കുറച്ച് കാര്യങ്ങളുടെ ഡയറക്ടർ ജനറൽ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് വർഷങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ വർഷം 1972. ഇതിൻ്റെ പ്രത്യേകത 1972 അദ്ദേഹം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, എഴുതി വെക്കണേ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് പറയുന്ന ICAR എന്ന് പറയുന്നതിൻ്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് മാറുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. എപ്പോഴാണ്? 1972 ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് അദ്ദേഹം മാറുന്നത്. അടുത്ത വർഷം 1982, ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രത്യേകത? ഫിലിപ്പൈൻസിലെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, IRRI, ഓക്കെ, IRRI, ഓക്കെ, ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഏഷ്യൻ ഡയറക്ടർ ജനറൽ ആയിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് 1982. അപ്പോൾ ഫിലിപ്പൈൻസിലെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IRRIയിലെ ആദ്യ ഏഷ്യൻ ഡയറക്ടർ ജനറൽ ആയിട്ട് അദ്ദേഹം മാറുന്നത് 1982. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ ആണ് 1987. ഈ വർഷത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിന് വേൾഡ് ഫുഡ് പ്രൈസ്, പ്രഥമ ലോക ഭക്ഷ്യ പുരസ്കാരം, വേൾഡ് ഫുഡ് പ്രൈസ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വേൾഡ് ഫുഡ് പ്രൈസ്, പ്രഥമ ലോക ഭക്ഷ്യ പുരസ്കാരം MS സ്വാമിനാഥനാണ് ലഭിച്ചത്. ഏതു വർഷം? 1987. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ ആണ് 1971. ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മക്സസെ പുരസ്കാരം ലഭിച്ച വർഷമാണ്. മക്സസെ അവാർഡ് MS സ്വാമിനാഥന് ലഭിച്ച വർഷമാണ് 1971 എന്ന് പറയുന്ന വർഷം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്
1990 എന്ന് പറയുന്ന വർഷം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1990 ഈ വർഷം നിത്യഹരിത വിപ്ലവം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിത്യഹരിത വിപ്ലവം നമ്മൾ ഹരിത വിപ്ലവത്തിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നിത്യഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിത്യഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് MS സ്വാമിനാഥനാണ്. ആ വർഷമാണ് 1990. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിത്യഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് MS സ്വാമിനാഥനാണ് ഉപയോഗിക്കുന്നത്. ഏതു വർഷം? 1990. ഇനി 1999 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം മാഗസിൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ടൈം എന്ന് പറയുന്ന മാഗസിൻ ടൈമിൻ്റെ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള 20 ഏഷ്യൻ ആളുകൾ അവരുടെ പട്ടികയിൽ 3 പേര് ഇന്ത്യക്കാരായിരുന്നു. ആരൊക്കെയാണ്? 1 ഗാന്ധി, 2 ടാഗോർ, അവരുടെ കൂടെ ആരും കൂടെ ഉണ്ട്? നമ്മുടെ MS സ്വാമിനാഥനും കൂടെ ഉണ്ട്. അപ്പം ടൈമിൻ്റെ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള 20 ഏഷ്യൻ ആളുകളുടെ പട്ടികയിൽ 3 ഇന്ത്യക്കാരുണ്ടായിരുന്നു. ഒരാൾ ആരാണ്? MS സ്വാമിനാഥനാണ്. ബാക്കിയുള്ള 2 പേരെയും കൂടെ പഠിച്ചു വെച്ചേക്കൂ. ഗാന്ധി, ടാഗോർ, അതുപോലെ MS സ്വാമിനാഥൻ. ഇവർ 3 പേരാണ് ആ 3 ഇന്ത്യക്കാർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട മറ്റൊരു വർഷം എന്ന് പറയുന്നത് 1984. 1984ൻ്റെ പ്രത്യേകത ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം സ്ഥാനമേറ്റ വർഷമാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCNൻ്റെ പ്രസിഡന്റ് ആയിട്ട് MS സ്വാമിനാഥൻ സ്ഥാനമേറ്റ വർഷം എത്രയാണ്? 1984. 1984ലാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. അതുപോലെ 1961ന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ലഭിച്ചു. ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1961 എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം MS സ്വാമിനാഥന് ലഭിക്കുന്നത് 1961. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത വർഷമാണ് 2004. 2004ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ട്. അതിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം സ്ഥാനമേറ്റത് 2004ലാണ്. നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സ്. നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് എപ്പോഴാണ്? 2004ലാണ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷം 2024. 2024ൻ്റെ പ്രത്യേകത അപ്പോഴേക്കും അദ്ദേഹം അന്തരിച്ചിട്ടുണ്ട്. അന്തരിച്ച വർഷം ഞാൻ പറയാം, ഡേറ്റും പറയാം. അപ്പം 2024 അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ലഭിച്ചു? മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് 2024ലാണ്. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് 2024ലാണ്. ഓർത്തിരിക്കുക. ഇനി 2007 ഒരു പ്രത്യേകതയുണ്ട്. 2007 ഇമ്പോർട്ടൻ്റ് ആണ്. 2007ൻ്റെ പ്രത്യേകത അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്തത് 2007ലാണ്. രാജ്യസഭയിലോട്ട് നാമനിർദ്ദേശം ചെയ്തു. ആരായിരുന്നു ആ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാം പ്രസിഡന്റ് എന്ത് ചെയ്തു? രാജ്യസഭയിലോട്ട് MS സ്വാമിനാഥനെ നാമനിർദ്ദേശം ചെയ്ത വർഷമാണ് 2007 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്നുകൂടെ പറയാം ഏതൊക്കെയാണ് വർഷം. അദ്ദേഹം ജനിച്ച വർഷം 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിക്കുന്നു. ദെൻ 1972ൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കുന്നു. 1982ലാണെങ്കിലോ
ഫിലിപ്പൈൻസിലെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ ഏഷ്യൻ ഡയറക്ടർ ജനറലായിട്ട് സ്ഥാനമേൽക്കുന്നു. 1987 അദ്ദേഹത്തിന് പ്രഥമ ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിക്കുന്നത്. 1971 അദ്ദേഹത്തിന് മക്സസെ അവാർഡ് ലഭിക്കുന്നു. 1990 ആദ്യമായിട്ട് നിത്യഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം അദ്ദേഹം ഉപയോഗിക്കുന്നത്. 1999 ടൈമിന്റെ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള 20 ഏഷ്യൻ ആളുകളുടെ പട്ടികയിൽ ഇടം നേടിയ 3 ഇന്ത്യക്കാരിൽ ഒരാളായിരുന്നു MS സ്വാമിനാഥൻ. ബാക്കി 2 പേരായിരിക്കാം ഗാന്ധി, ടാഗോർ എന്നിവരാണ്. ദെൻ അടുത്ത വർഷം നമ്മൾ പറഞ്ഞത് ഏതാണ്? 1984 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം മാറുന്നത്. 1961 ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ദെൻ 2004 നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സിന്റെ അധ്യക്ഷനായി. 2007 പ്രസിഡന്റ് രാജ്യസഭയിലോട്ട് നാമനിർദ്ദേശം ചെയ്തത് 2007 2024 അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ലഭിച്ചു? ഭാരതരത്ന പുരസ്കാരം ലഭിക്കുകയുമുണ്ടായി. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ഇവിടെ ഒരു പേര് ഞാൻ വിട്ടുപോയി പറയാനായിട്ട്, MS സ്വാമിനാഥൻ. ആ മുഴുവൻ പേരെന്താന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കണം. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നതാണ് MS സ്വാമിനാഥൻ എന്നതിൻ്റെ പൂർണ്ണമായ പേര് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് അദ്ദേഹം അന്തരിച്ച ഡേറ്റ് ആണ്. അദ്ദേഹം അന്തരിച്ചത് എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിക്കുന്നത്. ഈ ഒരു വർഷം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ അന്തരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് ബുക്സും കൂടെ നമുക്കൊന്ന് പഠിക്കണം. അപ്പോൾ അതിൽ ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് മേജർ ഫ്ലവറിംഗ് ട്രീസ് ഓഫ് ട്രോപ്പിക്കൽ ഗാർഡൻസ്. എന്താണ്? മേജർ ഫ്ലവറിംഗ് ട്രീസ് ഓഫ് ട്രോപ്പിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MS സ്വാമിനാഥൻ്റെ പുസ്തകമാണ്. രണ്ടാമത്തേത് ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് MS സ്വാമിനാഥൻ്റെ പുസ്തകമാണ്. ദെൻ മൂന്നാമത്തേത് കോമ്പാറ്റിംഗ് ഹങ്കർ ആൻഡ് അച്ചീവിംഗ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളത് കേട്ടോ. കോമ്പാറ്റിംഗ് ഹങ്കർ ആൻഡ് അച്ചീവിംഗ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ദെൻ അടുത്ത നാലാമത്തെ പുസ്തകമാണ് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്ന് പറയുന്നത് ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ, കോമ്പാറ്റിംഗ് ഹങ്കർ ആൻഡ് അച്ചീവിംഗ് ഫുഡ് സെക്യൂരിറ്റി, മേജർ ഫ്ലവറിംഗ് ട്രീസ് ഓഫ് ട്രോപ്പിക്കൽ ഗാർഡൻസ്. ഇത്രയും പുസ്തകങ്ങൾ പ്രശസ്തമായിട്ടുള്ള MS സ്വാമിനാഥൻ്റെ പുസ്തകങ്ങളാണ്. ഇതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ എക്കണോമിക്സിൽ ഹരിത വിപ്ലവം പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, ഹരിത വിപ്ലവത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്